കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മുടങ്ങിയതിനെ തുടർന്ന് ബി.ജെ.പി. നടത്തിയ പ്രതിഷേധം വിജയം കണ്ടു. ഇന്നലെ പകൽ 11:45 എത്തിച്ച മൃതദേഹം വിട്ടു നൽകാതെ മോർച്ചറി പൂട്ടി. ഡോക്ടർ സ്ഥലം വിട്ടതോടെയാണ് ബി.ജെ.പി. പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള സംസ്ഥാനത്തെ ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി. സമരത്തെ തുടർന്ന് രാത്രി വൈകി ഡോക്ടർ തിരികെ എത്തുകയായിരുന്നു. രാവിലെ 11:45ഓടെയാണ് മധൂർ പഞ്ചായത്തിലെ ഷിരിബാഗുലു സ്വദേശി ചെന്നിയപ്പയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണായിരുന്നു 54-കാരനായ ചെന്നിയപ്പയുടെ മരണം. 5 മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് മൃതദേഹം വിട്ടു നൽകാമെന്നായിരുന്നു ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ 5 മണിയോടെ മോർച്ചറി പൂട്ടി ഡോക്ടർ പോവുകയായിരുന്നു. തുടർന്നാണ് ജില്ലാ അധ്യക്ഷ ML അശ്വിനിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ഡ്രൈവർ നമ്മുടെ പിന്നെ രാവിലെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിൽ കഴിഞ്ഞ് വരുന്ന അനുഭവം. പിന്നെ അവിടെ നിന്ന് കുഴഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോലീസ് റിപ്പോർട്ട് കിട്ടിയത് വൈകിയാണെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ 3 മണിക്ക് തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 5 ഡോക്ടർ വേണ്ടിയിടത്ത് 2 പേർ മാത്രമാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾക്ക് സ്ഥലം മാറ്റവും ലഭിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് 10 മണിയോടെ ഡോക്ടർ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ജനം, കാസർഗോഡ്.